ദില്ലിയിൽ മെട്രോ സ്റ്റേഷനുകൾ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? 17 സ്റ്റേഷനുകളാണ് ഇന്ന് അടഞ്ഞു കിടക്കുന്നത്. നോബൽ ബാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സെൻട്രൽ ദില്ലിയിൽ ഇപ്പോഴും ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിട്ടില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിന്റെ പേര് സേവാ തീർത്ത് എന്നാണ്. ആ സേവാ തീർത്ത് എന്ന പേരിൽ തന്നെയാണ് ഈ മെട്രോ സ്റ്റേഷനും ഉള്ളത്. എപ്പോഴും സേവനത്തിന്റെ വാതിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടും എന്നാണ് പ്രധാനമന്ത്രി പുതിയ ഓഫീസിലേക്ക് മാറുമ്പോൾ ജനങ്ങൾക്കും രാജ്യത്ത് നൽകിയ വാഗ്ദാനം. പക്ഷേ ഈ മെട്രോ സ്റ്റേഷനിൽ ആ സേവനം ഇപ്പോൾ ലഭ്യമല്ല. കാരണം കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും യുവാക്കളുടെയും വലിയ പ്രതിഷേധം വന്നതോടെ പ്രതിഷേധക്കാർ ദില്ലിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഈ മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. സേവാദത്തിന്റെ ഗേറ്റ് നമ്പർ 2-ലാണ് നമ്മൾ ഉള്ളത്. 7:30 എല്ലാ ഗേറ്റുകളും പ്രത്യേകിച്ച് 17 മെട്രോ സ്റ്റേഷനുകളാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ 7:30 മുതൽ അടച്ചിരിക്കുന്നത്. ജൻപത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ പട്ടേൽ ചോക്ക് ഉണ്ട്, രാജീവ് ചോക്ക് ഉണ്ട്, RK ആശ്രം മാർഗുണ്ട്, ലോക് കല്യാൺ മാർഗം, അങ്ങനെ ദില്ലിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കുള്ള എല്ലാ മെട്രോ സർവീസുകളും ഇന്നിപ്പോൾ റദ്ദാക്കി. അത്തരത്തിൽ മെട്രോ സ്റ്റേഷൻ അടച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്റർനെറ്റ് നിരോധനവും ദില്ലിയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആണെങ്കിലും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമാണ് ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുക. മെട്രോ സ്റ്റേഷൻ അടച്ചിടുക, അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് സേവനം ഇല്ലാതാവുക എന്നൊക്കെ പറയും. രാജ്യ തലസ്ഥാനമാണ് എന്നോർക്കണം. രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ അപൂർവമായാണ് നടപടികൾ ഉണ്ടാകാറുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളിൽ ഈ എയർഗൺ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ ആക്രമിച്ചിരുന്നു പോലീസ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ CRPF എന്താണെങ്കിലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദില്ലി പോലീസ് എയർഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം CRPFന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ അന്വേഷണം വരുന്നു. കാരണം ഒരു മാധ്യമപ്രവർത്തകനടക്കം 3 പേർക്ക് ഈ പറഞ്ഞ എയർഗണിന്റെ ബുള്ളറ്റുകൾ ഏറ്റതിന്റെ മുറിവുകൾ ഉണ്ടായിട്ട് ഒരാളുടെ കണ്ണിന്റെ കാഴ്ച അടക്കം നഷ്ടപ്പെട്ടു എന്ന് എയിംസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് CRPF അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കൂടി അന്ന് രംഗത്തുണ്ടായിരുന്നു. അവരാണോ ഇത് ഉപയോഗിച്ച് സംശയമൊക്കെ എന്താണെങ്കിലും ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഘട്ടത്തിലാണ് അങ്ങനെ അന്വേഷണത്തിന് CRPF എന്താണെങ്കിലും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. വലിയ സുരക്ഷ ഇന്നും ഇപ്പോൾ ദില്ലിയിൽ തുടരുന്നു. ദില്ലി വലിയ സുരക്ഷാ വലയത്തിലാണ്. മെട്രോകൾ അടഞ്ഞിടക്കുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തും ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലയിടത്തുനിന്നും ഈ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുന്നുണ്ട്. അതേപോലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നുണ്ട്. എന്താ വിചാരം? വാർത്തകൾ പ്രചരിക്കില്ലെന്നും ആളുകൾ കൂടുതൽ ഈ ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേരുകയില്ലെന്നും. നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതോറും ശക്തി പ്രാപിച്ച് പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് തത്വം. എല്ലായിടങ്ങളിലും നേപ്പാൾ പരീക്ഷിച്ചു, പരാജയപ്പെട്ടില്ലേ? ശ്രീലങ്ക പരീക്ഷിച്ചു, പരാജയപ്പെട്ടില്ലേ? ടുണീഷ്യ, ഈജിപ്തും പരീക്ഷിച്ചു, പരാജയപ്പെട്ടില്ലേ? അതുകൊണ്ട് അടിച്ചമർത്തലല്ല, ആ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എക്സ്പോസ്റ്റിലിരുന്ന് രാത്രിയിലിരുന്ന് വീഡിയോ തയ്യാറാക്കി ഇടലല്ല പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. ആ കുട്ടികളെ പോയി നേരിട്ട് കാണാൻ തയ്യാറാവണം. ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ചെറുപ്പക്കാരാണ്. നാളെകളുടെ ഈ ഭാവി നമ്മുടെ കയ്യിൽ, ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാതൃകയായിട്ട് മാറണം. പിടിവാശിയുമായി നിൽക്കരുത്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയാൽ എന്താ കുഴപ്പം? എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എന്നിട്ടും ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റൂല. ആ വാശി ആരോടാണ്? ഈ ചെറുപ്പക്കാരോടാണ്. അപ്പോൾ ഇന്റർനെറ്റ് വിച്ഛേദിക്കേണ്ടി വരുന്നു. മെട്രോ സ്റ്റേഷനുകൾ നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു.